നമസ്കാരം, ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റീസണിങ്ങിന്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് SSC MTS എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ടോപ്പിക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം. എല്ലാ ക്ലാസ്സിലും, ഇനി വരുന്ന ഓരോ ക്ലാസ്സിലും ഞാൻ പ്രീവിയസ് ഇയറിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എന്നെ കൂടാതെ ശരത് സാർ കൂടി നിങ്ങൾക്ക് റീസണിങ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എടുക്കുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിനുശേഷം ആഫ്റ്റർ ദ 10 ക്വസ്റ്റ്യൻ ഞാൻ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിന്റെ തരും, ഹോംവർക്ക് തരും. അതെന്ത് ചെയ്യുക, എല്ലാവരും ആൻസർ കണ്ടെത്തി കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്, അതായത് ഇന്നിപ്പോ ക്ലാസ് 1 ആണ് ഞാൻ എടുക്കുന്നത്. ക്ലാസ് 2ലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ ഹോംവർക്ക് എന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിനുശേഷം വീണ്ടും അടുത്ത ക്ലാസ് 2 ചെയ്യാനായിട്ടുള്ള 5 ഹോംവർക്ക് ക്വസ്റ്റ്യൻസും. ഇങ്ങനെയായിരിക്കും ക്ലാസ് പോകുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് 1 ആരംഭിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞു, ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം താല്പര്യമുള്ളവർക്ക് ട്രിവാൻഡ്രവും കൊട്ടാരക്കരയും അക്കാഡമി അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ് താല്പര്യമുള്ളവർ എന്നുള്ളവർക്ക്, അതായത് ക്ലാസ് റൂം പോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട്. ദിശ അക്കാഡമിയുടെ ആപ്പ് അക്കാഡമിയിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് SSC MTS ക്രാഷ് പ്രോഗ്രാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ 2 ഇൻഫർമേഷൻസ് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു റിവിഷൻ പോലെയാണ് ടോപ്പിക്കുകൾ നിങ്ങളുടെ അടുത്ത് എടുത്തു പോകുന്നത്. ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻസ് ഒന്നും ഞാൻ തന്നിട്ടില്ല. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നോക്കൂ മക്കളെ, 8, 12, 24, 60. 8, 12, 24, 60 എന്താണ് വരുന്നത്? 8ന്റെ ഡബിൾ ഇല്ല 12. 8ന്റെ ഇരട്ടി അല്ലല്ലോ 12. 8ന്റെ ഇരട്ടി 16 അല്ലേ? 8ന്റെ അതുപോലെ 10ന്റെ ഡബിൾ ഇല്ല 15. പക്ഷെ 10ന്റെ പകുതിയാണ് ഇതിന്റെ ഒപ്പം കൂടിയിരിക്കുന്നത്. ശരിയാണോ? 5. 8ന്റെ പകുതിയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കൂടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറ, എത്ര ആയിരിക്കും? സിമ്പിൾ ആയിട്ടൊരു ലോജിക്ക് പറഞ്ഞ പോലെ, ഇവിടെ 8ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? +4 വന്നിരിക്കുന്നത്. ഇവിടെ നോക്ക്, 10ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര? +5 വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര? 7ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരണം? 7ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +3.5. ഉത്തരം എത്ര വരും? 10.5. നിസ്സാരമായിട്ട് ഉത്തരം കിട്ടിയത് കണ്ടോ? അപ്പോൾ ഇങ്ങനെ നോക്കി നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തന്നു. ആൻസർ എന്താണ്? 10.5. അതായത് ഈ 2 കോളംസിലെ പ്രത്യേകത മനസ്സിലാക്കിയാൽ ഈ മൂന്നാമത്തെ കോളത്തിലെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ വരുന്ന നമ്പർ ഏതാണെന്ന് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഈ 2 നമ്പറുകൾ വന്നിരിക്കുന്ന പ്രത്യേകത ഞാൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അതേ രീതി തന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിച്ചു. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു സർക്കുലാർ പാറ്റേണിലാണ് നിൽക്കുന്നത്. എന്താണ്? 100. ഇങ്ങനെ നോക്കൂ മക്കളെ, 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ, 36 എന്ന് പറയുമ്പോൾ 6ന്റെ സ്ക്വയർ, 49 എന്ന് പറയുമ്പോൾ 7ന്റെ സ്ക്വയർ, 64 എന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ടത് 9ന്റെ സ്ക്വയർ. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? 10ന്റെ സ്ക്വയർ വന്നിട്ടുണ്ട്. 9ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം, എന്താ? 81 ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് കിട്ടിയോ? അപ്പോൾ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ആ ഒരു രീതിയിൽ നിന്ന് പറയാം. നോക്കാം. 3, 6. ഇവിടെ ആദ്യത്തെ നമുക്ക് ലാസ്റ്റ് നമ്പർ ഇവിടെ വേണ്ടത്. ഞാൻ ഇങ്ങനെ നോക്കിയെന്നുള്ളൂ. 3ന്റെ 3 കൂടിയപ്പോൾ 6 വന്നു. 4ന്റെ അവിടെ പ്രത്യേകിച്ച് ഒന്നും കൂടിയില്ല, 4 തന്നെ വന്നു. അപ്പൊ അവിടെ ഒരു ലോജിക്കല്ല വന്നിരിക്കുന്നത്. പിന്നെ എന്താണ്? 6, 3 പകുതി വന്നു, 4ന്റെ പകുതി വന്നു. ഇവിടെ 2ന്റെ പകുതി അല്ല. അപ്പൊ അതല്ല ഇവിടുത്തെ കോൺസെപ്റ്റ്. ഇനി നിങ്ങൾ നോക്കൂ, 15 ഈ നമ്പറുകളെ എങ്ങനെയെങ്കിലും തമ്മിൽ കണക്ട് ചെയ്തു. നമ്മൾ നേരിട്ട് കൂട്ടിയ കിട്ടത്തില്ല. 6, 3, 9, 3, 12. നിങ്ങൾ നോക്കൂ മക്കളെ, ഈ ഒരു കണക്ഷൻ ഓക്കെ അല്ലേ? 3 × 3 പ്ലസ് ഈ നമ്പറോട് ചെയ്യുമ്പോൾ വരുന്നല്ലേ 4 × 2 പ്ലസ് ദിസ് നമ്പറോട് ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഇതെങ്ങനെ വരണം? 7 × 5 പ്ലസ് ദിസ് നമ്പറോട് വരുമ്പോൾ എന്ത് വരണം? ആൻസർ 37 അല്ലടാ വരുന്നത്.
7 × 5 35, അതേ പ്ലസ് 2 37. കണ്ട 4 × 2 8, 8 + 4 12, 3 × 3 9, 9 + 6 15. ക്ലിയർ ആണോ? 3 × 3 + 6 50, 4 × 4 4 × 2 + 4 12, 7 × 5 35 + 2 37 is the right answer. കത്തി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 ക്വസ്റ്റ്യൻസ് ഞാൻ മിസ്സിംഗ് പാറ്റേൺ ആണ്. മിസ്സിംഗ് പാറ്റേൺ കണ്ടുപിടിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഓരോരോ ക്വസ്റ്റ്യനുകൾ കൊണ്ടുവരാം. ഇതാ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. SSC MTS യോജിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 28 32 48 84 ഡാഷ്. എന്താണ് ഡിഫറൻസ്? ആണ് ഒരു സീരീസ് കണ്ടാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. 28 എന്ത് വരുന്നത്? 28 32 എന്ന് പറയുമ്പോൾ എത്ര വരും? 28 12 28 4 കൂട്ടുമ്പോൾ 32. 32ന്റെ കൂടെ 16 കൂട്ടുമ്പോൾ 48. അപ്പം ഇത് 2ന്റെ സ്ക്വയർ, ഇത് 4ന്റെ സ്ക്വയർ. ഇവിടെ 25 അല്ല വന്നേക്കുന്നത്. 6ന്റെ സ്ക്വയർ ഇവിടെ നിന്ന് അടിച്ചു നോക്കി. 6ന്റെ സ്ക്വയർ 36, 48 36 കൂടെ 84. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈവൻ നമ്പറുകളുടെ സ്ക്വയർ ആണ്. 8ന്റെ സ്ക്വയർ 64, 84ന്റെ കൂടെ 64 കൂടെ കൂട്ടുമ്പോൾ 8 6 12 14 148 ഉണ്ടോ നോക്കുക. ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയോ? 148 എങ്ങനെ വന്നെന്ന് കത്തിയല്ലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു സീരീസ് കണ്ടാൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ആണെന്ന് ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഡിഫറൻസ് തന്നെ നോക്കിയപ്പോൾ ഒരു പ്രത്യേകത കണ്ടു. ഡിഫറൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഈവൻ സംഖ്യകളുടെ സ്ക്വയർ അവിടെ വന്നിരിക്കുന്നത്. കത്തിയല്ലോ. എഞ്ചിനീയർ ഈസ് റിലേറ്റഡ് ടു ബിൽഡിംഗ്. ശരിയാണ്. എഞ്ചിനീയർ ഈസ് റിലേറ്റഡ് ടു, എഞ്ചിനീയേഴ്സ് ആണല്ലോ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. റൈറ്റർ ഈസ് റിലേറ്റഡ് ടു, അതുപോലെ റൈറ്റർ ഇതിൽ ഏതുമായിട്ടാണ്? ബുക്ക്, പേപ്പർ, പെന്ന്, ഇങ്ക്. അപ്പൊ റൈറ്റർ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാറുണ്ടല്ലേ. റൈറ്റർ പെൻ ഉപയോഗിക്കും, ഇങ്ക് ഉപയോഗിക്കും, പേപ്പർ ഉപയോഗിക്കും. പക്ഷെ അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്? ബുക്കല്ലേ. റൈറ്റർ ഒരു ബുക്ക് ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. എഞ്ചിനീയർ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബിൽഡിംഗ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എഞ്ചിനീയർ ബിൽഡിങ്ങുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് പോലെ റൈറ്റർ എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. So the answer is book is the right answer. കത്തിയോ? ഇത് CHSL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തോ മക്കളെ? ആൽഫബറ്റും നമ്പറും. അപ്പൊ എപ്പോഴും നമ്മുടെ ABCDEFGH അങ്ങനെ പോകും. എന്താ 1 2 3 4 5 6 7 ഇങ്ങനെ പോയി. എന്ത് പോയി? നമ്മുടെ M 13, പിന്നെ N 14, എല്ലാം NO 14 15 P 16 ഇങ്ങനെ പോയി Y Z. ഓക്കെ, 25 26. ഓക്കെ, ഇത് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഇജോട്ടി ഒക്കെ പഠിപ്പിച്ചിട്ടില്ലടാ. ഇജോട്ടി എന്താണ്? ഇജോട്ടി 5 10 15 20 25 പൊസിഷനിൽ വരുന്ന ലെറ്ററുകളുടെ സ്ഥാനവിലകൾ ഓർത്തു വെക്കാനാണ് ഇജോട്ടി പഠിപ്പിച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയടാ എന്താണ്? A 27 Z എന്താണ്? A27 Z 27 എങ്ങനെ? വേണമെങ്കിൽ ഞാൻ പറയാം. ഇസഡിന്റെ പ്ലേസ് വാല്യൂ എത്ര? 26. എയുടെ പ്ലേസ് വാല്യൂ എത്ര? 1. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 27 അല്ലേ വരുന്നത്. CB5 സിയുടെ എത്ര? 3. ഇതിന്റെ എത്ര? 2. അപ്പൊ നടുക്ക് വരുന്ന സംഖ്യ എപ്പോഴും ഇതിന്റെ സമ്മാ വന്നേക്കുന്നത്. പക്ഷെ ഈ ലെറ്ററുകൾ പോയിരിക്കുന്നതിനകത്ത് ഒരു ബന്ധമുണ്ട്. എന്താ? A കഴിഞ്ഞ് C വന്നു. എത്ര? 2ന്റെ വ്യത്യാസം. ഇസഡിൽ നിന്ന് ബിയിലേക്ക് അപ്പോഴും 2ന്റെ വ്യത്യാസം. സിയിൽ നിന്ന് ഇയിലേക്ക് 2ന്റെ വ്യത്യാസം. ബിയിൽ നിന്ന് ഡിയിലേക്ക് 2ന്റെ വ്യത്യാസം. അങ്ങനെ അടുത്ത വരട്ടെ. ഇയിൽ നിന്ന് എന്ത് വരണം? EFG വരണം. G വന്നു. ഡിയിൽ നിന്ന് DEF വരണം അല്ലേ. ജിയുടെ എത്ര പ്ലേസ് വാല്യൂ വരുന്നത്? 7. എഫിന്റെ എത്ര വരുന്നത്? 6. 6 7 12 1 13. ഇത് വരണം. പിന്നെ ആര് വരണം? ഒരു ടേം കൂടെ കണ്ടുപിടിക്കാം. 2 ടേം ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഏതാണ്? GHI വരണം.
പിന്നെ എഫ് കഴിഞ്ഞിട്ട് GH വരണം. ഐയുടേത് വരുന്നത് 9 ആണ്, എച്ചിന്റെ വരുന്നത് 8. 8 തൊട്ട് 16 1 17. അപ്പൊ ആൻസർ ഏതാ? ഇത് രണ്ടും അല്ലേ? ഇത് രണ്ടുമാണ് വരേണ്ടത്. ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ആ ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും CHSL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് WAND എങ്ങനെയാണ് വന്നേക്കുന്നത്? WAND W 24 0 15 3. അതായത് ഒരെണ്ണം പ്ലേസ് വാല്യൂവിൻ്റെ കൂടെ 1 കൂട്ടി ഒരെണ്ണം മൈനസ് ചെയ്തു, ഒരെണ്ണം +1 ചെയ്തു, ഒരെണ്ണം മൈനസ്. കാരണം ഡബ്ല്യുവിന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 23 24 വന്നിരിക്കുന്നത്. എയുടെ പ്ലേസ് വാല്യൂ ഏതാ? 1 ആണ്, 0 ആണ് വന്നിരിക്കുന്നത്. എന്നിന്റെ 14 15 വന്നിരിക്കുന്നത്. ഡിയുടേത് 4 ആണ്, 3 ആണ് വന്നിരിക്കുന്നത്. കത്തിയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈസ്റ്റിന്റെ ഒന്ന് എഴുതണം. ഈ രീതിയിലാണെങ്കിൽ ഈസ്റ്റിന്റെ ഒന്ന് എഴുതും. ഈസ്റ്റിന്റെ ആദ്യം +1 വരണം, പിന്നെ -1 വരണം, പിന്നെ +1 വരണം, പിന്നെ -1 വരണം. ഈയുടെ എത്ര? 5. 5ന്റെ അവിടെ എന്ത് വരണം? 4 വരണം. അപ്പൊ തന്നെ ഇതും നോക്കിയാൽ മതി. പിന്നെ അല്ല, സോറി, +1 അല്ലേ? ഇതും ഇല്ല, ഇതും നോക്കിയാൽ മതി. നോക്കിയാൽ മതി. അപ്പോൾ ഈയുടെ 5 ആണ്, എന്താ +1 ആകുമ്പോൾ 6 വരണ്ടേ? 6 വന്നു. എയുടെ -1, എയുടെ 1 ആണ്, എന്ത് വരണം? 0 വരണം. 6 0. അപ്പൊ തന്നെ ഉറപ്പിക്കുക ഇതുമല്ല. ഏതാണ്? ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? എസിന്റെ എന്ത് വരും? 19 ആണ്, 20 വന്നു. ടിയുടെ എന്താണ്? 20 ആണ്, 19 60 20 19. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയോ? നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്മാർട്ട് എന്ന് പറയുന്ന സ്മാർട്ടിനെ മാറ്റി എഴുതിയിരിക്കുന്നത് എങ്ങനെയാടാ? AMRST. ഇത് ഇത്രേ ഉള്ളൂ. ഇത് ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലെ സെയിം ലെറ്റേഴ്സ് തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്. അതിൽ A ആദ്യം വന്നു, പിന്നെ MRST എന്ന് വെച്ചാൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വന്നു എന്നല്ലേടാ പറയേണ്ടത്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ വന്നു എന്നല്ലേ പറയേണ്ടത്? ശരിയാണോ? അപ്പൊ അങ്ങനെയാന്ന് ആര് വരും? ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലും വേണമെങ്കിൽ ഇങ്ങനെയും കണക്ട് ചെയ്യാം, വവ്വലും കൺസോണൻസും എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താ? ഇതൊക്കെയാണ് EIDGNS. ഓക്കെ അല്ലേ? ഇയും ഐയും വവ്വൽസ് അവരാദ്യം വന്നു, DGNS പിന്നെ വന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടി, ഓപ്ഷൻ എ. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെ വരാറുണ്ട്, വവ്വൽസ് കൺസോണൻസ് എന്നുള്ള രീതി വരാറുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? ആ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. പാർക്ക് വന്നിരിക്കുന്ന 6739. റോഡ് വന്നിരിക്കുന്നത് 3574. പോണ്ട് വന്നിരിക്കുന്നത് 6584. പിന്നെ ലെയിൻ വന്നിരിക്കുന്നത് കുറെ വേർഡ് ഇവിടെ തന്നിട്ടുണ്ട്, 2781. പക്ഷെ എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലോഡ് എന്താണെന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇവിടെ എല്ലാത്തിനും എല്ല് എന്താണെന്നെങ്കിൽ എല്ല് 2. നമുക്ക് O എന്താ? 5. R എന്താ? 6 ഇവിടെ ഉണ്ട്, 6 ഇവിടെ ഉണ്ട് 3. ഡി എന്താ? ഡി ഇവിടെ ഉണ്ട് 4. 25 3 4. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ കമ്പയർ ചെയ്ത് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ഒരു ടഫ്നെസ്സും ഇല്ല. നിങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യാമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ആദ്യവും അവസാനവും നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യും. അതിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കിക്കോണം. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പോയി പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഞാൻ ഇതുകൂടെ പറയട്ടെ. എന്താണ് DEAF? ഡെഫ് വന്നിരിക്കുന്നത് HJGM എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാമിനെ നമുക്ക് മാറ്റി എഴുതാം. DHI. ഡി എങ്ങനെ വെച്ചാൽ ABCD
EFGH 4 അല്ലേടാ വ്യത്യാസം വന്നേ. EJ E കഴിഞ്ഞ് FGHIJ 5 അല്ലേടാ വ്യത്യാസം വന്നേ. A കഴിഞ്ഞിട്ട് BCDEFG 6 അല്ലേടാ വ്യത്യാസം വന്നേ. എഫിൽ നിന്ന് അപ്പൊ അടുത്ത സ്വാഭാവികമായിട്ടും 7 ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മളെന്താ ആദ്യം 4 വരണം, പിന്നെന്ത് വരണം 5 വരണം, പിന്നെന്താ വരണം 6 വരണം, പിന്നെ 7 വരണം. സിയിൽ നിന്ന് CDEFG. ഓക്കെ, എയിൽ നിന്ന് BCDEF, എല്ലിൽ നിന്ന് LMNOPQR. ഇത്രയും കിട്ടുമ്പോൾ തന്നെ ഏകദേശം GFR T ആയിരിക്കും. ഓക്കെ, GFRT. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫുൾ അവസാനത്തെ വരെ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. നമ്മൾ 2-3 കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇപ്പൊ GF കണ്ടുപിടിച്ചപ്പോൾ തന്നെ ആക്ച്വലി ആൻസർ ആയി. ഇതാണ് GF വരുന്ന ഒരെണ്ണമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് അപ്പോഴേ തന്നെ തെറ്റാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. G വരുമ്പോൾ തന്നെ ഇത് രണ്ടും പോയി. പിന്നെ ഇത് മാത്രം രണ്ടാമത്തെ ഒരു ലെറ്ററിന്റെ കേസ് കൂടെ ഉറപ്പിച്ചാൽ മതി. പെട്ടെന്ന് അത് ഉറപ്പിക്കുക, പോവുക. അതാ ഞാൻ പറഞ്ഞ സ്പീഡാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാതെ അവസാനം വരെയും ചെയ്ത് ഇന്ന് സമയം കളയാനായിട്ട് നിൽക്കരുത്. മാക്സിമം സ്പീഡ് കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ ഞാൻ ഈ സ്ലൈഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് കാണുന്ന എല്ലാ പിള്ളേരും കമന്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ കമന്റ് നോക്കും. ഞാൻ എന്നിട്ട് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ അതാ പറഞ്ഞു, അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യം ഈ നമ്പർ സീരീസിലെ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പറയും. അതിനുശേഷം പ്രീവിയസ് ഇയറിലെ 10 ക്വസ്റ്റ്യൻസ് പറയും. വീണ്ടും അടുത്തൊരു ടോപ്പിക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ ക്ലാസ് പോകുന്ന രീതി. അപ്പൊ നല്ലൊരു മെത്തേഡാണ്. ഒരു 10 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ കിട്ടും, 5 ക്വസ്റ്റ്യൻ ഹോംവർക്ക് കിട്ടും. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ ഹോംവർക്കിന്റെ 5 കിട്ടും, 10 കിട്ടും, 5 കിട്ടും. അപ്പൊ 20 ക്വസ്റ്റ്യൻസോളം നമുക്ക് ഒരു ക്ലാസ്സിൽ നോക്കി പോകാനായിട്ട് പറ്റും. അപ്പൊ എന്റെ ഒപ്പം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് ആൻസേഴ്സ് കമന്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് കേട്ടോ ചാനലിന്റെ നിലനിൽപ്പും അധ്യാപകരുടെ പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അപ്പൊ ഇതൊക്കെ തന്ന് നിങ്ങൾ കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.